ടീച്ചർ, ബ്യൂട്ടീഷ്യൻ കൂടാതെ ക്രാഫ്റ്റ് ട്രെയിനറും. ഏവർക്കും സുമ കുക്കിംഗ് ക്രാഫ്റ്റിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ മരുന്നാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് എന്ന് വെച്ചാൽ യൗവനം, സൗന്ദര്യം, ക്ഷീണം, തളർച്ച, ബുദ്ധി, ഇതിനെല്ലാം മാറുന്നതിന് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കുടങ്ങലാണ്. ആ കുടങ്ങല് നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം. മക്കൾ അത് കഴിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് എല്ലാവർക്കും ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണവും തളർച്ചയും മാറാൻ വേണ്ടി ഇന്ന് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ബാഗ് കൊണ്ടിട്ടിട്ട് അവരങ്ങ് ക്ഷീണമായിട്ട് തളർന്ന് അവിടെ ഇരിക്കും. പഠിക്കാൻ ബുക്ക് എടുത്ത് കൊടുക്കുമ്പോഴോ അവർക്ക് അങ്ങ് ഉറക്കമാണ്. ബുക്കിലോട്ട് നോക്കി കഴിയുമ്പോൾ അവർക്ക് ഉറക്കവും ക്ഷീണവും തളർച്ചയും എല്ലാമാണ്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള വിളർച്ച മാറും, സൗന്ദര്യം ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും. നമുക്ക് എല്ലാവിധ ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ഇതാണ് കുടങ്ങലെന്ന് പറയുന്നത്. അത് നമ്മൾ എന്തെല്ലാം നമ്മളെ വീട്ടിൽ എന്തെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്നു, ആ കൂട്ടത്തിൽ നമുക്ക് ഒരാഴ്ചയിൽ 2-3 ദിവസം ഇത് കുറച്ച് കുടങ്ങല് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആർക്കെങ്കിലും 100-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉള്ളിടത്തുനിന്ന് പറിച്ചുകൊണ്ട് തരും. നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ എത്ര രൂപ നമ്മൾ ചിലവാക്കുന്നു. അപ്പം നമ്മൾ 100-200 രൂപ ചിലവാക്കി അവർ കുറച്ച് കുടങ്ങൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത് മക്കൾക്ക് കൊടുത്ത് അവർ ഇഷ്ടമായിട്ട് കഴിക്കും. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്ന് വെച്ചാൽ വിളർച്ച മാറും, തളർച്ച മാറും, യൗവനം നിലനിർത്തും, സൗന്ദര്യമുണ്ടാകും, ആരോഗ്യമുണ്ട്, ഓർമ്മശക്തി ഉണ്ടാവും, ബുദ്ധി എല്ലാം ഉണ്ടാവുന്ന ഒരു മരുന്നാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഡോക്ടറെ അടുത്ത് പോയി മണിക്കൂറുകളോളം ഇരിക്കാനുള്ള സമയമുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാം, ഡോക്ടർ എൻ്റെ മകൾക്ക് ക്ഷീണമാണ്, ഉറക്കമാണ്, ഓർമ്മ കിട്ടുന്നില്ല, പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും മെഡിസിൻ കുറിച്ചിടണം. അപ്പോൾ ഡോക്ടർ ഒരു ടോണിക്കിന് കുറിച്ചിടും, കുറച്ച് ടാബ്ലറ്റിനെല്ലാം കൂടി ഇത് കഴിക്കാമെന്ന് പറയും. 1-2 ആഴ്ച കഴിക്കും. അപ്പോൾ അത് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ഈ പറമ്പിലുള്ള ചുറ്റുവട്ടത്തുള്ള ഈ മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി 16-15 വയസ്സ്, 20-22 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ, യൗവനത്തിലുള്ള മക്കളാണെങ്കിലോ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു ഗ്ലേസിങ് ഒന്നും ഉണ്ടാവില്ല. അവരുടെ മുഖമൊക്കെ വല്ലാതെ ക്ഷീണവും കണ്ണും കുഴിഞ്ഞ് അങ്ങനെ ക്ഷീണവും തളർച്ചയായിട്ടായിരിക്കും ആ മക്കളെ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ കുടങ്ങൽ ഒരാഴ്ചയിൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് കൊടുത്തു നോക്കുക. അവർ നല്ല സൗന്ദര്യവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം എല്ലാം നമ്മുടെ കുട്ടികൾക്കുണ്ടാവുക, ഓർമ്മശക്തി ഉണ്ടാവും, പഠിത്തത്തിലൊക്കെ അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവുന്നതാണ് ഈ കുടങ്ങൽ. അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വരും. ഇതാണ് കുടങ്ങൽ. ഇവിടെ കുടങ്ങലെന്നാണ് പറയുന്നത്. മറ്റുള്ള സ്ഥലത്ത് എന്ത് പറയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കുടങ്ങലാണ്. ഇത് നമ്മുടെ വീടുകളിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ 1-2 വള്ളി കൊണ്ടുവന്ന് തൈ കൊണ്ടുവന്ന് വെച്ചാൽ മതി. പിന്നെ വീട് മൊത്തം ഇതങ്ങ് പടർന്ന് കിളിച്ചോളും. ഇതെല്ലാ കുട്ടികൾക്കും വിളർച്ച എല്ലാം മാറി സൗന്ദര്യം വെക്കുന്ന ഒരു സാധനമാണ് കുടങ്ങലെന്ന് പറയുന്നത്. ഇവിടെ കുടങ്ങലെന്നാണ് പറയുന്നത്. ഇനി മറ്റുള്ള ദേശത്ത് എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കുടങ്ങലെന്നൊക്കെയാണ് പറയുന്നത്. ഇത് നട്ടു വളർത്തുക. ഇത് 2-3 കുറച്ച് വിഭവങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ കുടങ്ങൽ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് പച്ചരി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. കുടങ്ങൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായി അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ. അങ്ങനെ കുടങ്ങലും അരിയും കൂടെ പച്ചരിയും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിപ്പട്ടി ഞാൻ ഇത്രയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഈ അരിയിൽ മിക്സിയിലിട്ട് അരയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ ഏലക്കായും ജീരകവും കൂടെ ചേർത്താണ് ഇനി അരയ്ക്കാൻ പോകുന്നത്. ഓക്കെ. അതായത് ഈ അരച്ച് വെച്ചിരിക്കുന്ന കുടങ്ങലും അരിയും ആണ് ഇത്. അതിൻ്റെ കൂടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കരിപ്പട്ടി, ജീരകം, ഏലക്ക ഇത്രയും കൂടെ ഞാനൊന്ന് അരച്ച് വരാം. പിന്നെ ചുക്കുപൊടിയുണ്ട്. ചുക്കുപൊടി ഞാൻ പ്രത്യേകം ഇതിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിരുന്നത് കുടങ്ങലും അരിയും കൂടെ ഞാനിപ്പോഴ് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാര്യം ഇത് വെന്ത് കുറുകി വരണമല്ലോ, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ബാക്കി ഇടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഓക്കെ. ഞാനിത് കുറുകി വരട്ടെ.
അപ്പം ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ പൊടിച്ചതുണ്ട്, അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്, പച്ചരി, കുടങ്കൽ, പിന്നെ ജീരകം പൊടിയും ചുക്ക് പൊടി, പിന്നെ ഏലക്കയും കൂടെ പിന്നീട് ഇടുകയാണ്. ഇത് എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും, കട്ട കിട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, പിന്നെ തിരിച്ചു വരാം. അപ്പം ഇത് കുറുകി വരുന്നുണ്ട്, കുറുകി വന്നു. ഇനി ഇതിനകത്തേക്ക് ജീരകപ്പൊടി ഇടുകയാണ്, ലേശം ഉപ്പിടുക, ബാലൻസിന് ഉപ്പിട്ട്. ഇനി ഇതിനകത്തേക്ക് ഏലക്കപ്പൊടിയും നെയ്യും കൂടെ ഒഴിക്കട്ടെ, ചുക്കുപൊടിയും കൂടെ. എന്നിട്ട് തിരിച്ചു വരാം. ഒന്നേലൊന്നേ തൊടാതെ ഇങ്ങനെ ഇളക്കിയാൽ ഇളകി വരണം, കണ്ടോ? നെയ്യ്, ചുക്ക്, ഏലക്ക കണ്ടോ, ഒരു ശകലം പോലും കട്ട കെട്ടാതെ ഇങ്ങനെ വരണം. നമ്മൾ മറിച്ചിട്ടാൽ മറിഞ്ഞ് വരണം, കണ്ടോ? എൻ്റെ ഒരു കൈ കൊണ്ടാണ് ഞാൻ ഇത് ഇളക്കുന്നത്, എനിക്കത്ര വശമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നത്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ കുടങ്ങൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കുറുക്കാണ് കുടങ്കൽ കുറുക്ക്. അങ്ങനെ നമ്മുടെ കുടങ്ങൽ റെഡി ആയിട്ടുണ്ട്. അത് തണുത്ത് വന്നപ്പം ഇങ്ങനെ തോണ്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ആരോഗ്യമായിരിക്കും. അതായത് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കിത് സ്ഥിരം ഞാനിത് കഴിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ചുക്കിയേറാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞാൽ സ്കൂളിൽ എന്തുണ്ടോ അതിനെല്ലാത്തിനും ഞാൻ ചെയ്യും. ഓട്ടം, ചാട്ടം, ജമ്പിങ്, ഡാൻസ്, എന്ത്. പക്ഷെ എനിക്കൊരു ക്ഷീണവും ഇല്ല. അത്രയ്ക്ക് നല്ല ഒരു എഫക്റ്റാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകളിൽ ഇല്ലെങ്കിൽ, ഇപ്പം എൻ്റെ ഇവിടെ ഇല്ലായിരുന്നു, ഇതിനകത്ത് ഇല്ലാഞ്ഞത് കൊണ്ട് ഇവിടെ ചുറ്റുവട്ടത്തെങ്ങും ഇല്ല. അപ്പം ഞാനിവിടെ വരുന്ന സർവൻ്റ് ഇല്ല, പൈസ കൊടുത്തിട്ട് 100-200 രൂപ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന ഇലകൾ എവിടെയാണെന്നുണ്ടെന്ന് വെച്ചാൽ അവിടുന്ന് പറിച്ചുകൊണ്ട് തരും. ആർക്കായാലും നമ്മുടെ പരിസരത്ത് ആരുടെയെങ്കിലും ജോലിക്കും ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ ഇച്ചിരി പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ പറയുന്ന മരുന്നുകളെല്ലാം കൊണ്ടുതരും. അപ്പം നമ്മൾ എത്ര രൂപ മെഡിസിന് നമ്മൾ വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നു, അതിനേക്കാൾ തുച്ഛമായ പൈസ കൊടുത്താൽ മതിയല്ലോ. ഇത് ഉണ്ടാക്കി നമുക്ക് കുറച്ച് ദിവസം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കുക. മക്കൾക്ക് ക്ഷീണം ഉണ്ടാവത്തില്ല, തളർച്ച ഉണ്ടാവത്തില്ല, വിളർച്ച ഉണ്ടാവത്തില്ല, ബുദ്ധിശക്തി ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലേസിങ് ഉണ്ടാവും മുഖത്ത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചും പാടിയും തളർന്ന് ഇത് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു യൗവനം ഉള്ളവർക്ക് കുറച്ചുകൂടെ നല്ല സൗന്ദര്യവും മുഖമൊക്കെ നല്ലപോലെ തുടുത്തിങ്ങനെ വരും. അതുകൊണ്ട് എല്ലാവരും ഈ മരുന്ന് ഈ കുടങ്ങൽ കുറുക്കിയോ ഒരുപാട് എൻ്റെ അറിവിലൊരു 4-5 തരത്തിൽ ഇതുണ്ടാക്കാൻ പറ്റിയത്. അപ്പം ഞാനിനി ഇതുപോലുള്ള വിഭവങ്ങളുമായിട്ട് വീണ്ടും മരുന്നായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പറയുന്നത് പോലെ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.